സഹോദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 മാച്ച് 2 പരാഗ്വേ വേഴ്സസ് ഫ്രാൻസ് മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസ് 1-0 എന്ന നിലയിൽ വിജയിച്ചിരിക്കുകയാണ്. കുറച്ച് ഫിസിക്കലായിട്ടുള്ള കളി തന്നെ ആയിരുന്നു. നല്ല രീതിയിൽ കായികക്ഷമത പരീക്ഷിക്കപ്പെട്ടൊരു കളിയാണ് ഫ്രാൻസിൻ്റെ. എന്തായാലും എംബാപ്പെ 70 മിനിറ്റ് നേടിയ പെനാൽറ്റി ഗോളിലൂടെയാണ് 1-0 എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുന്നത്. കളി തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ പറയുക, ഫ്രാൻസ് ഒരു പൊസിഷൻ പിടിക്കുന്ന ഗെയിമും അതുപോലെ പരാഗ്വേ എന്താ പറയുക കോമ്പാക്ട് ഡിഫൻസീവ് 5 മാൻ ഡിഫൻസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പരാഗ്വേ സ്റ്റാർട്ട് ചെയ്തത്. 16ാമത്തെ മിനിറ്റിൽ ഒലിസയുടെ ഒരു കിടുക്കാച്ചി എന്താ പറയുക ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം, ഹെവി ലോ ക്രോസ് ചാൻസ്, അത് സേവ് ആവുകയായിരുന്നു. അത് കഴിഞ്ഞ് 25ാമത്തെ മിനിറ്റിൽ നമ്മുടെ എംബാപ്പയുടെ ഒരു ഹെവി ഷോട്ട്, അത് ഒർലാൻഡോ ഗില്ല് ഗോൾ കീപ്പർ പരാഗ്വയുടെ കിടുക്കാച്ചിയായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 34ാമത്തെ മിനിറ്റിൽ ഏതാണ്ട് പരാഗ്വേ ഒരു കൗണ്ടറിലൂടെ സ്കോർ ചെയ്യുന്ന ഉറപ്പിച്ച സമയത്ത് അത് ഫ്രാൻസ് എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് റിക്കവറായി മുന്നോട്ട് പോയി. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് 58ാമത്തെ മിനിറ്റ് ആയപ്പോൾ ഫ്രാൻസ് കുറച്ചൊരു എന്താ പറയുക വിട്ട് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി. അതോടുകൂടി ദശാംശിൻ്റെ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് അടിപൊളിയായിരുന്നു. എന്തായാലും 68ാമത്തെ മിനിറ്റിൽ ഡിസൈഡോൻ്റെ ഒരു ട്രിബിൾ ചെയ്തുള്ള ബോക്സിനകത്തോട്ട് കയറിയ ഒരു സാധനം ഫൗൾ ചെയ്യും. അതാണ് എംബാപ്പെ ഗോളാക്കി മാറ്റുകയും ചെയ്തത്. ഒരു 80 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് പരാഗ്വേ അങ്ങ് തിരിച്ച് 1-1 ആക്കണം എന്നുള്ള മൂഡിൽ ഫുള്ളി പുഷ് ചെയ്ത് പ്ലേയേഴ്സ് എല്ലാം അങ്ങ് ഫോർവേഡിൽ പോകുന്ന സാധനമായിരുന്നു. ഫുൾ അങ്ങനെ കളിച്ച് നോക്കി, എന്നിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടെ ഫിസിക്കലാവുകയും ചെയ്തു കളി. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, 90+7 90+7 ഒരു നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഒർലാൻഡോ ഗില്ല് ഗോൾ കീപ്പർ പരാഗ്വയുടെ ഒരു ഡബിൾ സേവ് കൂടെ ഉണ്ടായിരുന്നു. എംബാപ്പയുടെ 2 ഷോട്ട്, അത് കട്ട സാധനമായിരുന്നു. അത് കിടുക്കാച്ചി സേവുമായിരുന്നു. എന്തായാലും മാക്സിമം നല്ല ക്ഷമയോടുകൂടിയാണ് ഫ്രാൻസ് ഇന്ന് കളിച്ചത്. കാരണം അമ്മാതിരി ഫിസിക്കലി ഉള്ള അറ്റാക്ക് സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടി ഇൻറ്റൻസിറ്റി കൂടിയായിരുന്നു അറ്റാക്കിൻ്റെ. പിന്നെ എന്താ പറയുക, കൂടുതലും ഒരു 1-2 പാസിട്ടാണ് ഫ്രാൻസ് കുറച്ച് കളിച്ച് പോയിക്കൊണ്ടിരുന്നത്. കാരണം അമ്മാതിരി പെട്ടെന്നുള്ള ഫിസിക്കൽ ടച്ചസ് വരുന്നുണ്ട്, പെട്ടെന്ന് മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഡ് കൂട്ടിയും ഒക്കെ കാണിച്ചു. എന്തായാലും ഡിഫെൻസീവ് ലൈൻ ഫ്രാൻസിൻ്റെ ഹെവി തന്നെയായിരുന്നു. നല്ല സ്ട്രോങ് ആയിട്ടൊന്നും തിരിച്ചടിപ്പിച്ചില്ല എന്നുള്ളത് തന്നെ പറയേണ്ടത്. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് നല്ല ഫ്രസ്ട്രേറ്റർ ആയിരുന്നു ഈ പരാഗ്വയുടെ ഈ പ്രകടനത്തിലൂടെ. എംബാപ്പെ കുറച്ച് ഫ്രസ്ട്രേറ്റർ ആയിരുന്നു, ഇടയ്ക്ക് ഡെമ്പൽ അങ്ങനെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു പല സമയത്തും. എന്തായാലും ഒർലാൻഡോ ഗില്ലാണ് എടുത്ത് പറയത്തക്ക ഒരു താരം കേട്ടോ പരാഗ്വേ തോറ്റെങ്കിലും അടിപൊളിയായിട്ട് കളിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഫ്രാൻസ് മൊറോക്കോയാണ് ക്വാർട്ടറിൽ ആദ്യത്തെ ഒരു ക്വാർട്ടർ വരുന്നത്. അടുത്ത കളി വിശേഷമായിട്ട് കാണാം. അതുവരേക്കും ബൈ.